മുഖവരെയൊന്നും കൂടാതെ തന്നെ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കലാഭവന്റെ കുപ്പായം ഒരിക്കൽ കൂടി ഞങ്ങൾ അണിയുന്നു. അഭിമാന പുരസ്സരം വീണ്ടും അവതരിപ്പിക്കുന്നു മിമിക്സ് പരേഡ്. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഒരിക്കൽ കൂടി ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നു. ശ്രീ ടിനി ടോം, സുരാജ് നഞ്ഞാറമൂട്, പ്രജോത് കലാഭവൻ, കോട്ടയം നസീർ ആൻഡ് മൈസെൽഫ് ജയറാം. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഈ ഷോ നടത്തിയപ്പോൾ എൻ്റെ വലതുഭാഗത്ത് നിന്നിരുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കലാഭവൻ മണിയായിരുന്നു. വേർപാടുകൾ പലപ്പോഴും കാലങ്ങൾ കഴിയുമ്പോൾ അത് മാച്ച് കളയാറാണ് പതിവ്. പക്ഷേ ഈ വിയോഗം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അങ്ങനെ തന്നെ ഉണ്ടാവും. ആ വലിയ കലാകാരന് ഞങ്ങളുടെ എല്ലാം 1000 പ്രണാമം. ആ ശബ്ദത്തോടു കൂടി തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ശ്രീ പ്രജോത്. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ നിങ്ങളുടെ കലാഭവമണി. കുച്ചാണ്ട് പ്രാണം കത്തണുമ്മ വയല പൊട്ടിച്ച് കാപ്പണ്ടാക്കണുമ്മ. കുച്ചാണ്ട് പ്രാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മ. വയറ് കത്തിയാലി എന്റെ കൊടല് കത്തിണുമ്മ. പ്രാണം പടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കലുമ്മ. അട്ടം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കുഞ്ചി പറയാറില്ലേ. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മ. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മ. 2020 പോലത്തെ ചിത്രങ്ങളും ഇതുപോലെയുള്ള സ്റ്റേജ് പരിപാടികളുമെല്ലാം അമ്മ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി ഒരു പുതിയ TV ചാനലുമായിട്ടാണ് അമ്മ നിങ്ങളുടെ മുമ്പാകെ എത്തുന്നത്. അടുത്തു തന്നെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടും. എന്തായാലും അമ്മയുടെ ഈ പുതിയ ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി അവർകളാണ്. അദ്ദേഹം കേരളത്തിൽ പല പ്രാവശ്യം വന്നപ്പോഴും അദ്ദേഹം പറയുന്ന ഹിന്ദി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ പല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് ഉണ്ടാകരുത് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മലയാളം വളരെ വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരാളെ തന്നെയാണ് അദ്ദേഹം തർജ്ജമയ്ക്ക് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റാരുമല്ല, രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ ഉന്നത പദവിയിൽ നിൽക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളാണ് അദ്ദേഹത്തിന് തർജ്ജമ ചെയ്യാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. വെൽക്കം ദ ഓണറബിൾ प्राइम मिनिस्टर ऑफ इंडिया श्री नरेंद्र मोदी जी. भारत के 125 करोड़ मेरे प्यारे देशवासियों, ഇദ്ദേഹം പറയുന്ന വേറെ ഒന്നുമല്ല, ഭാരതത്തിലെ കോടിക്കണക്കിനായിട്ടുള്ള ദരിദ്രവാസികളെ. ओणम केरल के सबसे मुख्य त्योहार है. ഓണത്തിന് കേരളത്തിന് കിട്ടേണ്ട സബ്സിഡി ആരോ മുക്കിയെന്നാണ് പുള്ളി പറയുന്നത്. ओणम श्रावण महीने में मनाया जाता है. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഓണത്തിന് എല്ലാവരും, സത്യമായിട്ടും എല്ലാവരും മഞ്ഞ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാവും. वंदे मातरम. പുള്ളിക്ക് ഒരുപാട് തിരക്കുള്ളതാണ്, ടൂറ് പോകാനുള്ളതാണ്. വണ്ടേ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. വണ്ടേ മാത്രം. പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, പിന്നെ അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. സത്യമായ കാര്യമായി. താങ്ക് യു.
അടുത്തതായി ചാനലിന്റെ ആദ്യ ദിവസത്തെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു പള്ളിയിലെ അച്ഛൻ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ജോയ് മാത്യു. കുമരങ്കരപ്പള്ളികാരി ഫാദർ ഒറ്റപ്രാക്കൻ പള്ളി കുളിക്കണോ, ബാൻഡ് പിടിച്ചു വിടണോ, സോളമണി ശോഷനെ കെട്ടിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഫാദർ വിൻസെന്റ് വട്ടോളി കുരിശിക്കരെന്ന് മരിച്ച് കർത്താവായ യേശു ക്രിസ്തുവല്ലേ, അല്ലാതെ ഫാദർ വിൻസെന്റ് വട്ടോളിയല്ലോ. അപ്പോൾ കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ഈ ചാനൽ ഞാൻ വെഞ്ചരിച്ചിരിക്കുന്നു. ചാനലിന്റെ തുടക്കത്തിൽ തന്നെ പുകവലി പാടില്ല എന്ന പരസ്യവുമായി എത്തിയത് നമ്മളുടെ എല്ലാം ഏറ്റവും മുതിർന്ന ആചാര്യനായ ശ്രീ മധു സാറായിരുന്നു. ശ്രീ മധു. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ് പൊട്ടികളെ. അത് ശ്വാസം വലിച്ചു കയറ്റാനുള്ളതാ. നീയൊക്കെ ഒരു കാര്യം മനസ്സിലായിക്കോടാ, നിന്റെയൊക്കെ ശ്വാസകോശത്തിൽ അടിഞ്ഞിരിക്കുന്ന കറയൊന്ന് എടുത്തിട്ട് പിഴിഞ്ഞു നോക്കിയ അത് എൻ്റെ അത്ര ഉണ്ടാവൂടാ. നീയൊക്കെ പുകവലിക്ക് വലിയ വില നൽകേണ്ടി വരും. അതേടാ, വിൽസിന് 150 രൂപ, ഗോൾഡ് ഫ്ലാഗിന് 125. വലിച്ചു കേട്ടടാ പോട്ടികളെ. ആദ്യമായി TV ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ പാചക രംഗമായിരുന്നു. ഇന്നത്തെ പാചകരംഗം ഈ അമ്മ ചാനലിന് വേണ്ടി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളുടെ പ്രിയങ്കരൻ ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കുക്കറി ഷോയിൽ ഓംപുരിക്കും അമരീഷ് പുരിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഗ്രിഗറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ പറ്റിയ KPS ലളിതമായിട്ടുള്ളൊരു ശ്രീവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് അടുപ്പിലിരിക്കുന്ന ചെമ്പിൽ അശോകനെ എടുത്ത് മാറ്റിയിട്ട് പകരം അവിടെ ഒരു മുരളിയെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ജലജ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ജലജ തിളച്ചു വരുമ്പോൾ കുറച്ച് മധുപാല ചേർത്ത് ഇളക്കുക. അതിലേക്ക് കുറച്ച് ടൊബീനോ, ഒരല്പം അലൻസിയർ, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇളകി ഇളകി വരുമ്പോ കുശുബൂ കുശുബൂ എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോ മഞ്ജു വാര്യരെ വിളിച്ച് മുരളി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മഞ്ജുവിന്റെ തലയിൽ നിന്ന് നെടുമുടി വീഴാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ഇനി ഒരല്പം ഹണി റോസ് ചേർത്താൽ നല്ല ശ്രീനിവാസന ഉണ്ടാവും. ഇപ്പോ ഗ്രിഗറി റെഡി. ഇഷ്ടപ്പെട്ടാല് കുറച്ചെടുത്ത് സുനിൽ ഷെട്ടിയിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഞ്ചാക്കോ ബോബനിലാക്കി മമ്മൂട്ടി കൊണ്ടൊരു കുഴി തോണ്ടി അതിലിട്ട് മൂടുക. ഇന്നത്തെ ഗ്രിഗറിയുടെ കാര്യം സുരേഷ് ഗോപി. സുരേഷ് ഗോപി. അതെ, അടുത്ത കോടീശ്വരൻ പരിപാടിയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ശ്രീ സുരേഷ് ഗോപി. ഇന്നത്തെ ഈ കോടീശ്വരൻ പരിപാടിയിൽ അതിഥിയായിട്ട് എത്തുന്നത് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരൻ തിരുവനന്തപുരത്തുകാരനായ ശ്രീ കൊച്ചു പ്രേമൻ. അതെ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. യെസ്, 50,000 rupees. കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം വരും. ആദ്യം എന്റർടൈൻമെന്റ്, ഒരു പാട്ടായിക്കൊള്ളട്ടെ. ഇളയ നില അയ്യോ തുടികരുതേ. വേണ്ടായിരുന്നു. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്നാ കടന്നോളൂ. കൊച്ചു പ്രേമൻ അല്ലേ? അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഡുണ്ടുമോനും ഉണ്ട്. ഡുണ്ടുമോന് അങ്കിളിന്റെ വക കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ. അല്ല, അവനങ്ങനെ ഉമ്മ കൊടുക്കുന്നതെന്ന് ശീലമില്ല. ഉമ്മ കിട്ടുന്നവന് ഒരു താല്പര്യം ഇല്ലാത്ത കേസാ. ഇല്ല, അവൻ ഇഷ്ടപ്പെടും അങ്കിളിന്റെ ഒരു നല്ല ഉമ്മ. അയ്യോ, അത് വേണ്ടായിരുന്നു. അവന് ഉമ്മ ഇഷ്ടമല്ലാതെ. അതെന്താ ഇഷ്ടമല്ലാത്തത്? ഈ ഡുണ്ടുമോനെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ആദ്യ ചോദ്യം. ചോദിച്ചുള്ളൂ. റോമ നഗരം കത്തിയെറിഞ്ഞപ്പോ നീറോ ചക്രവർത്തി വായിച്ച ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ഓപ്ഷൻസ്: A തബ്ല, B കീബോർഡ്സ്,
സി വീണ ആൻഡ് ഡി ഫ്ലൂട്ട്? ഉത്തരം പറയട്ടെ. പറയൂ. ഡി ഫ്ലൂട്ട്. റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് കിട്ടുന്നു 5000 രൂപ, 50,000 റുപ്പീസ്. അടുത്തതായി ചാനലിലെ പരസ്യമായിരുന്നു. സിനിമയായാലും ചാനലായാലും പരസ്യം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ അമ്മ ചാനൽ പരസ്യവുമായി ആദ്യമായി എത്തിയത് ബാബു നമ്പൂതിരിയും ബിന്ദു പണിക്കരുമായിരുന്നു. സോറി, ഫിലോമിന ചേച്ചി. നിക്കട അവിടെ അവിടെ നിൽക്കാനാ പറഞ്ഞത്. എട യോഗി, പാല് കുടിക്കാനാ പറഞ്ഞത്. പാല് കുടിക്കട നീ. സത്യത്തിൽ പാല് കുടിക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കരണത്തടിച്ച പോലാണ് എനിക്ക് തോന്നിയത്. കുടിക്ക മാട്ടേനാ നീ എന്നാ പണ്ണുവേ, കുടിക്ക മാട്ടേനാ നീ എന്നാ പണ്ണുവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ അപ്പക്കിട്ട് ഞാൻ ചൊല്ലിടുവേ. ആരോട് വേണേ ചൊല്ലിക്കോ, ഇപ്പം ഞാൻ കുടിക്കറേ. ആണാ സ്കൂളിൽ ഞാൻ കുടിക്ക മാട്ടേനാ നീ എന്നാ പണ്ണുവേ, കുടിക്ക മാട്ടേനാ നീ എന്നാ പണ്ണുവേ. നീ വേണമെങ്കിൽ എടുത്ത് കുടിക്കെടുത്തണ്ടി. താങ്ക് യു. അടുത്തതായി ന്യൂസ് അവറാണ്. ഇന്നത്തെ ഈ അമ്മയിലെ ന്യൂസ് അവർ അവതരിപ്പിക്കുന്നത് ശ്രീ പ്രേം നസീറാണ്. ന്യൂസ് അവർ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയത് എന്നാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ ഈ ചർച്ചയിൽ രാഷ്ട്രീയത്തിലെ ചില പ്രമുഖ നേതാക്കളാണ്. പുതുപ്പള്ളിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കോട്ടയത്ത് നിന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പാലായിൽ നിന്നും ശ്രീ KM മാണി. ആദ്യം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടാണ്. എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കുത്തിക്കൊന്നത്? എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ കുത്തിയത്? അതാണ് ചോദ്യം. ബാഹുബലിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണ് കാരണമാണ്. രാജ്യവും അധികാരവും ഒക്കെ നഷ്ടപ്പെട്ടത് ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണ് കാരണമാണ്. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയതും ഒരു പെണ്ണ് കാരണമാണ്. എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയതും പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റാത്തതുമൊക്കെ ഒരു പെണ്ണ് കാരണമാണ്. അതോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പെണ്ണൊരുമ്പെട്ടാൽ ആണുങ്ങൾ തുരുമ്പെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അടുത്തതായി ശ്രീ KM മാണിയോടാണ്. കട്ടപ്പയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കട്ടപ്പായിക്ക് എങ്ങനെ ഈ പേര് വന്നത്? അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കുട്ടപ്പായി എന്നായിരുന്നു. അദ്ദേഹം അങ്ങ് കട്ടപ്പനയാണ് ജനിച്ചത്. ഈ കുട്ടപ്പായി ചെറുപ്പത്തിൽ വിഷം തൊട്ടിയ വയറുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ബേക്കറി കയറി ഒരു റൊട്ടി കട്ടപ്പ. ആൾക്കാർ വിളിച്ച് അദ്ദേഹത്തെ പോലീസിനെ. അദ്ദേഹം വളർന്ന് വലുതായി. അദ്ദേഹത്തിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ജുവലറി കയറി ഒരു മാല കട്ടപ്പ. അങ്ങനെ ഓരോന്നോരോന്ന് കട്ടപ്പഴാണ് അദ്ദേഹം കട്ടപ്പ എന്ന പേര് സ്വീകരിച്ചത്. ഈ കട്ടകാര്യമൊക്കെ എന്നോട് ചോദിക്കുന്ന എന്തിനാണെന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനൊന്നും കട്ടിട്ടുമില്ല, ഒന്നും കാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. എന്തിനാണ് ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തിക്കൊന്നത്? നസീറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ നസീറെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ പലരും പറയുകയുണ്ടായി ബാഹുബലിക്ക് ഒരു കുത്താണ് കിട്ടിയെന്ന്. 46 കുത്താണ് കിട്ടിയത്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തിയ ആ മകൻ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് വായിക്കാം. കടപ്പ, കപ്പട, കട്ടപ്പാറ, കട്ടപ്പന. മിസ്റ്റർ തിരുവഞ്ചൂർ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ശരിയായിട്ട് പഠിച്ചു വെക്കൂ.